സാംസങ്ങിൽ നിന്ന് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയ ഫോൺസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയ ഓപ്ഷനാണ് സാംസങ്ങിൻ്റെ ഗാലക്സി S10 ലൈറ്റ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണല്ല, അതിന് പകരം അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ, അതും കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ പോലെയാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. കാരണം സാധാരണ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സാംസങ് ഫോൺസിനകത്ത്, അതിപ്പോൾ ഹൈ എൻഡ് ഫോണോ അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് ഫോണോ ഏതെടുത്താലും അതിനകത്ത് വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് മെയിനായിട്ടും എക്സിനോസ് പ്രൊസസ്സറാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഈ S10 ലൈറ്റിനകത്ത് വരുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറാണ്, അതും സ്നാപ്ഡ്രാഗൺ 855. അപ്പോൾ 855 ഒരു പുതിയ പ്രൊസസ്സറല്ല, കാരണം ഇപ്പോൾ നമുക്ക് 865 ഉണ്ട്, 865+ ഉണ്ട്. അതും ഈ സ്നാപ്ഡ്രാഗൺ 855 ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ 855 എന്ന് പറഞ്ഞ പ്രൊസസ്സർ ഇപ്പോഴും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, കാരണം നല്ല പ്രോസസ്സിംഗ് പവറുള്ള ഒരു പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഇപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ സാധാരണ ഒരു സാംസങ് ഫോണിനകത്ത് അങ്ങനെയല്ല, കാരണം ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S10 ലൈറ്റ് എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മാസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഒരു സാംസങ് ഫോൺ, അതായത് എക്സിനോസ് പ്രൊസസ്സർ എന്നൊരു സാംസങ് ഫോൺ ആ സമയത്ത് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ S10 ലൈറ്റിൽ അങ്ങനെയല്ല. ഇത് ഇത്രയും കാലമായ ഒരു ഫോണായിട്ട് പോലും ഇപ്പോഴും നല്ല സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ടാസ്ക് ആയപ്പം മെനു കൂടെ ബ്രൗസ് ചെയ്യുക, ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുക, ഇതെല്ലാം വളരെ ഫാസ്റ്റാണ്. അതിനകത്തൊന്നും ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഫോൺ ചൂടാവുന്നൊരു പ്രശ്നമില്ല. അതാണ് എക്സിനോസ് പ്രൊസസ്സർ എന്ന സാംസങ് ഫോൺസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ S10 ലൈറ്റിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ ഈ S10 ലൈറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 2 വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് ബേസ് വേരിയൻ്റ് ആയാലും അല്ലെങ്കിൽ ടോപ്പ് വേരിയൻ്റ് ആയാലും അതിനകത്ത് വരുന്ന റാം 8GB തന്നെയാണ്. പക്ഷേ സ്റ്റോറേജ് മാറും. ബേസ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 128GB സ്റ്റോറേജാണ് വരുന്നത്. ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 512GB ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത് ടോപ്പ് വേരിയൻ്റ് ആണ്. പിന്നെ ഇവിടെ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ SD കാർഡ് ഇടാം, പക്ഷേ ഇവിടെ വരുന്നത് ഒരു ഹൈബ്രിഡ് സിം ട്രേ ആണ്. അതായത് നിങ്ങൾ 2 സിം ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് SD കാർഡ് ഇടാൻ പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾ ഒരു സിമ്മാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സ്ലോട്ട് SD കാർഡിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഈ ഫോൺ സ്ലോ ആവുന്നൊരു പ്രശ്നം കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫോൺ ഒരുപാട് നേരം ഹെവിയായ ടാസ്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടും ചൂടാവാത്ത വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ റാമിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 8GB റാം ഉള്ളതുകൊണ്ട് തന്നെ റാം മാനേജ്മെൻറ്റ് കൊള്ളാം. ഒരു 8 തൊട്ട് 10 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കും. പിന്നെ അഥവാ ആപ്പ് റീലോഡ് ചെയ്യണമെങ്കിൽ തന്നെ അത് പെട്ടെന്ന് റീലോഡ് ആവും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 855 എന്ന് പറഞ്ഞ പ്രൊസസ്സർ, അതും പഴയ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വന്നപ്പോൾ തന്നെ ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസിനകത്ത് ഇത്രയും വലിയൊരു വ്യത്യാസം വന്നുകൊണ്ട് അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോൺ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് കട്ടിങ് വരണം. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ ഫോൺ ഏറ്റവും അട്രാക്റ്റീവ് ഒരു ഓപ്ഷൻ എന്ന് പറയാൻ കാരണം ഈ പ്രൊസസ്സർ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് അടുത്തെടുത്ത് പറയേണ്ടത് ഇവിടെ വരുന്ന ഡിസ്പ്ലേ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്. ഇതൊരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതൊരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കളേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല എടുത്ത് നിൽക്കുന്ന കളേഴ്സാണ്, നല്ല ഷാർപ്പാണ്, ബ്ലാക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ HD ആണ്. പിന്നെ നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. റിഫ്രഷ് റേറ്റ് ഒക്കെ 60 Hz ഉള്ളൂ. പക്ഷേ എന്നാലും അതൊരു വലിയ കുഴപ്പമൊന്നുമല്ല. പിന്നെ വ്യൂയിങ് ആംഗിൾസിനകത്ത് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ലെവലിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ പോലും ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ള കണ്ടന്റ് ഒന്നും വായിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഡിം ആവുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്ത് ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. പിന്നെ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കർവ് ഡിസ്പ്ലേ അല്ല, അതിന് ഒരു ഫ്ലാറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്തും നല്ല പെർഫെക്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഡിസ്പ്ലേ കിട്ടുന്നത്. ഈ ഡിസ്പ്ലേ ഇത്രയും വലുതായതുകൊണ്ടും പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഇതൊരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കണ്ടന്റ് ഒക്കെ കാണാൻ നേരത്ത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന സ്പീക്കർ എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയ ഒരു ഓപ്ഷൻ അല്ല. അതിൻ്റെ കാരണം ഇവിടെ ഒരു സിംഗിൾ സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ ഈ താഴെ കാണുന്നതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിത് കവർ ചെയ്യുന്നില്ല, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മളിത് ഓപ്പൺ ആക്കി വെച്ചിട്ട് കേൾക്കുവാണെങ്കിൽ പോലും അന്നേരവും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കണ്ടൻറ്റൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെയാണ്, അത്ര ലൗഡ്നെസ് ഒന്നും കൂടത്തില്ല. അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു S10 ലൈറ്റ് വേർഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇതിനകത്തൊരു ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ സാംസങ് എന്തുകൊണ്ട് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് വരാത്തതുകൊണ്ട് തന്നെ സ്പീക്കറിന് ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ കണ്ടൻറ്റ് കാണാൻ നേരത്തെ ഒരു വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് പോയിട്ട് USB-C ചാർജിങ് പോയിട്ട് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ചാർജിങ് പോർട്ടിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 7 മാസം കഴിഞ്ഞിട്ടും ഈ ചാർജിങ് പോർട്ടിനകത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇയർപീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇയർപീസാണ്. അപ്പോൾ നമുക്ക് കോൾസ് ഒക്കെ ഒരുപാട് ചെയ്യുമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇയർപീസും മൈക്രോഫോണും കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു കോൾ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ എല്ലാം റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതും ഈ ബട്ടൺസ് എല്ലാം ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ പവർ ബട്ടൺ എടുത്താലും വോളിയം ബട്ടൺ എടുത്താലും അതിനകത്തൊന്നും കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രെയിം, ഇതൊരു അലുമിനിയം ഫ്രെയിമാണ്. അതിനകത്തും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് വളയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ബിൽഡ് ക്വാളിറ്റിക്കകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സെക്ഷൻ എന്ന് പറയുന്നത്, ഈ ബാക്ക് പാനൽ എന്ന് പറയുന്നത് ഗ്ലാസ് അല്ല, അതിന് പകരം സാംസങ് പറയുന്നത് ഗ്ലാസ്റ്റിക് എന്നാണ്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബാക്ക്
ബാക്ക് ആണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 2-3 പോരായ്മകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവും. പക്ഷേ ഇവിടെ കാണുന്ന ഈ വൈറ്റ് കളർ എന്ന് പറയുന്നതിനകത്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സ്ക്രാച്ച് എടുത്തറിയാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വെച്ച് പറയാൻ നേരത്ത് അതൊരു പോരായ്മയാണ്. കാരണം ഇത് കുറേ കാലം കഴിയാൻ നേരത്ത് കുറച്ച് മോശമായിട്ടിരിക്കും കാണാൻ നേരത്ത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നേനെ. അതായത് ഇപ്പോൾ ഗ്ലാസ് ആയിരുന്നെങ്കിൽ തറയിൽ വീണാൽ പൊട്ടുന്നൊരു പ്രശ്നം വന്നേനെ. പക്ഷേ ഇവിടെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഗ്ലാസ് ആയതുകൊണ്ട് അന്നേരം ആ തറയിൽ വീഴുമ്പോൾ പൊട്ടുന്ന പ്രശ്നം നിൽപ്പുണ്ട്. അത് തന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ പെട്ടെന്ന് സ്ക്രാച്ച് ആവുകയും അതുപോലെ തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങളൊരു കേസ് ഇട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഫോൺ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ബാക്ക് പോർഷൻ നല്ല കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ ഫോണായിട്ടും. പിന്നെ ഈ വലിയ ഫോൺ ആകുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്, ഈ ഫോണിന് അധികം വെയിറ്റ് ഒന്നുമില്ല. അത് ഈ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 186 ഗ്രാംസേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ പ്ലാസ്റ്റിക് ബാക്ക് സ്ക്രാച്ച് ആകുന്നൊരു പ്രശ്നം ഒഴികെ നമുക്ക് ബാക്കി ഡ്യൂറബിലിറ്റിക്കകത്തൊരു പ്രശ്നം എടുത്ത് പറയാനില്ല. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷനകത്താണ് ഇരിക്കുന്നത്. അത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. എന്നിട്ടും അതിനകത്തൊന്നും സ്ക്രാച്ച് വീണിട്ടില്ല. അത് നല്ല കാര്യമാണ്. അത് ഈ ക്യാമറ മോഡ്യൂൾ നോക്കാൻ നേരത്തെ നമുക്കിവിടെ കാണാൻ പറ്റും 3 ക്യാമറാസ് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 14 മെഗാ പിക്സൽ ക്യാമറയാണ്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നുള്ളത് ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ അവസാനം ഉള്ളത് ഒരു 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല, അതിന് ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. അതും ഈ മാക്രോ ക്യാമറ നല്ലൊരെണ്ണമാണ്. അത്യാവശ്യം നല്ല മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടി ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാമറ ഇവിടുത്തെ മെയിൻ ക്യാമറ തന്നെയാണ്. ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഷോട്ട്സ് പെർഫെക്റ്റ് ആയ ഷോട്ട്സ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഷാർപ്നെസ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പം ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ ഫോട്ടോ എടുത്താലും നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. നൈറ്റ് മോഡ് ഓൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ സീൻ മൊത്തത്തിൽ കുറച്ചുകൂടെ ലൈറ്റ് കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നോക്കാൻ നേരത്ത് അതിനും ഏതാണ്ട് നമ്മുടെ ഈ മെയിൻ ക്യാമറ തന്നെ കളർ പ്രൊഫൈൽ കിട്ടുന്നുണ്ട്. അത്രയും ഷാർപ്നെസ് ഇല്ലെങ്കിലും ആ കളർ പ്രൊഫൈൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഷോട്ട്സും നമുക്ക് നല്ലൊരു ഷോട്ട്സാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഷോട്ട്സ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4K 60 FPS ആണ്. അത് നമുക്ക് ഈ മെയിൻ ക്യാമറയ്ക്കകത്ത് സൂപ്പർ സ്റ്റഡി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ എടുക്കാൻ നേരത്ത് നല്ല ക്വാളിറ്റി ഉള്ളയും നല്ല സ്റ്റേബിളായ വീഡിയോ ആണ് കിട്ടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതും എനിക്ക് തോന്നുന്നു ഈ ഫോണിൻ്റെ ബാക്കിൽ വരുന്ന എല്ലാ ക്യാമറാസും വെച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും സാംസങ്ങിൻ്റെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കിയുള്ള ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റ് ഈ ബാക്ക് ക്യാമറ വെച്ച് പറയാൻ നേരത്തും. പിന്നെ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ടിൽ വരുന്ന ക്യാമറ ഒരു ഒറ്റൊരെണ്ണേ ഉള്ളൂ. അതൊരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് വെച്ചെടുക്കുന്ന സെൽഫീസ് നല്ല ഷാർപ്പായ സെൽഫീസാണ്. അപ്പോൾ ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ എടുത്താലും അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി മോഡും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഓഫ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പായ സെൽഫീസും കിട്ടും. അപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറസ് നോക്കി കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതും ഈ ഫോണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഈ ഫോണിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിൽക്കുന്ന അടുത്തൊരു സ്ട്രോങ് പോയിന്റാണ് ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഒരു 4500 mAh ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ കൂടി ഡിസ്പ്ലേ ഒരു ക്വാഡ് HD ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ടും പിന്നെ പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്രൊസർ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ ഉപയോഗത്തിന് എനിക്കൊരു 7-8 മണിക്കൂർ ഒരു സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഈ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് തന്നിരിക്കുന്ന ചാർജ് 25 വാട്ട് ചാർജറാണ്. അപ്പോൾ അത് വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 0 to 100% ആവാൻ ഒരു മണിക്കൂറിന് മുകളിൽ മാത്രമേ സമയം എടുക്കൂ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ചാർജിങ്ങിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ കട്ടിയോടുണ്ട്. അത് നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോരായ്മയായിരിക്കും. എനിക്കത് വലിയ പ്രശ്നമല്ല, കാരണം ഞാൻ വയർലെസ് ചാർജിങ് ഉപയോഗിക്കത്തില്ല. പക്ഷേ എനിക്കിവിടെ പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് IP റേറ്റിംഗ് ഒന്നുമില്ല. ഒഫീഷ്യലി ഇതൊരു വാട്ടർ പ്രൂഫ് ആയ ഫോണല്ല. അപ്പോൾ അതൊരു പോരായ്മയാണ്. പക്ഷേ ഇവിടെ സെൻസേഴ്സിനകത്തൊന്നും സാംസങ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പണ്ട് സാംസങ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് അതൊരു നല്ല കാര്യം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കുവാണെങ്കിൽ അത് 5.0 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അൺലോക്കിംഗ് മെത്തേഡ് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആണ്. അതിവിടെ വരുന്ന ഫിംഗർ പ്രിന്റ് സ്കാനർ ഒരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ അക്യുറസിക്കകത്തും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്കിവിടെ NFC കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സാംസങ് ഗാലക്സി S10 ലൈറ്റിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് പ്രൊസർ, പിന്നെ ക്യാമറ, ബാറ്ററിയും ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഈ 4 കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതിവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോരായ്മകളും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ബാക്കിൽ വരുന്ന മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, നമുക്കൊരു IP റേറ്റിംഗ് ഇല്ല, വയർലെസ് ചാർജിങ് ഇല്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പോരായ്മകളും ഉണ്ട്. അതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്.
ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റിന് 43,000 റുപ്പീസും ടോപ്പ് വേരിയൻറ്റിന് 48,000 റുപ്പീസുമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ഓഫറിൽ ഇതിലും ബെറ്റർ പ്രൈസിങ്ങിന് കിട്ടാം. പക്ഷേ നമുക്ക് ഓഫറൊന്നും വരുന്നില്ലെങ്കിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ പ്രൈസിങ്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അത് നിങ്ങൾക്ക് സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വേണ്ട, അതിന് പകരം നിങ്ങൾക്ക് വേറെ ഒരു ആൻഡ്രോയിഡ് ഫോൺ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലാണ് ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റിന്. പക്ഷേ നിങ്ങൾക്ക് സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഈ ഫോണിൻ്റെ ബഡ്ജറ്റിലാണ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രൈസിങ്ങിന് സാംസങ്ങിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഗാലക്സി S10 ലൈറ്റ് തന്നെയാണ്. ഈ നമ്മുടെ കോർ കാര്യങ്ങളെന്ന് പറയുന്ന സംഭവങ്ങൾ അത് ഏറ്റവും നല്ലോണം ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും പ്രൊസസ്സർ അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ലോങ് ടേം നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൊസസ്സർ വന്നുകൊണ്ട് തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഈ ഫോൺ ഏജ് ആവുന്നത് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഞാൻ എക്സിനോസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു കാര്യമാണ് ഫോൺ പെട്ടെന്ന് ചൂടാവുകയും ബാറ്ററി പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാംസങ് ഗാലക്സി S10 ലൈറ്റ് ഉപയോഗിച്ച സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.